ഇതിനു മുമ്പ് ചെയ്തത് ഈ പറഞ്ഞ പോലെ ഒരു ആർട്ട് ഹൗസ് പടങ്ങൾ എന്ന് പറയപ്പെടുന്ന ചിത്രമായിരിക്കാം. പിന്നീട് എന്തുകൊണ്ടാണ് ഒരു കമേഴ്ഷ്യൽ ചിത്രം എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നത്? എൻ്റെ കഴിഞ്ഞ 2 പടങ്ങളും പ്രോബബ്ലി ഒരു വലിയ കൊമേഴ്സ്യൽ വെർഷൻസ് പോസിബിൾ ആയ കാര്യങ്ങളാണ് അതിൻ്റെ സ്റ്റോറി ലൈൻ വെച്ചിട്ട്. പക്ഷേ എനിക്ക് ആ സമയത്ത് അങ്ങനെ ആ വെർഷൻസിനേക്കാളും ഞാൻ ചെയ്ത വെർഷൻസ് ചെയ്യാനാണ്. ഓരോന്നിലും നമുക്ക് എന്തിലാണ് നമുക്ക് കിക്ക് കിട്ടുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് കിക്ക് കിട്ടുന്നതല്ലായിരുന്നു. കാരണം ഇപ്പം അതിശയങ്ങളെ മേലെ എടുത്താൽ എനിക്കന്ന് ഞാൻ കണ്ടിട്ടുള്ളൊരു പരാതി എന്ന് പറയുന്നത് എല്ലാ സിനിമയുടെയും വിഷ്വൽ ലാംഗ്വേജ് ഒന്നാണ്. ഒരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, പിന്നെ ഒരു ഓവർ ദ ഷോൾഡർ ആയിരിക്കും ആൾക്കാർ വർത്തമാനം പറയുകയാണെങ്കിൽ. ഇതെന്തുകൊണ്ട് ഇത് വേറെ രീതിയിൽ ചിന്തിച്ചുകൂടാ? അതിശയങ്ങളെ മേലെ കൂടുതലും സിംഗിൾസിലാണ് കഥ നടക്കുന്നത്, വൈഡുകളിലാണ് കഥ നടക്കുന്നത്, ഒരു സ്റ്റേജ് പ്ലേ പോലെ. അപ്പോൾ അത് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതെനിക്കൊന്ന് അന്നത്തെ കാലത്ത് വളരെ കുറവായിരുന്നു അത് യൂസ് ചെയ്തിരുന്നത്. ഒരു കാലത്ത് യൂസ് ചെയ്തിരുന്നു, പിന്നെ അത് കൈമോശം വന്നൊരു ലാംഗ്വേജാണ്. നമ്മുടെ ടി വിയുടെ കടന്നു വരവും ക്ലോസപ്പുകളുടെ അമിതമായ ഉപയോഗം. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളൊരു സാധനമുണ്ട്, ട്രൈ ചെയ്യുക എന്നുള്ള സാധനം. അത് അതിൽ ചെയ്തു. പിന്നെ അതിൽ നിന്ന് പഠിച്ച കുറേ ലേണിങ്സുമായിട്ടാണ് ഞാൻ അടുത്ത ദായത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഇതെല്ലാം എനിക്കൊന്ന് അടിസ്ഥാനപരമായി ആ കഥ പറയാനുള്ള ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതിൻ്റെ പ്രമേയം ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് മാറുന്നത്. ഇത് തന്നെ എന്തുകൊണ്ട് ഈ രൂപത്തിലായെന്ന് ചോദിച്ചാൽ, ഇത് വിശാഖി സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്ന് വെച്ചാൽ ഇതാണല്ലോ ഞാൻ ഇതുവരെ കൺസിഡർ ചെയ്തതിൽ ഏറ്റവും കൊമേഴ്സ്യൽ സാധ്യതകളുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. മറ്റേതൊന്നും അങ്ങനെ തോന്നിയതേ ഇല്ല. അതൊന്നും ഈ പറയുന്ന ആ തരത്തിലുള്ളൊരു ബഡ്ജറ്റോ ഒന്നും ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നില്ല. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ.